സാഹിത്യ നിരൂപകനും കോളേജ് അധ്യാപകനുമായ കെ.വി. സജയ്ക്കെതിരെ സംഘപരിവാറിൻ്റെ വധഭീഷണി. വടകരയിൽ പുസ്തക പ്രകാശന ചടങ്ങിൽ പ്രസംഗിച്ച് ഇറങ്ങിയ സജയെ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. സജയ് വടകര ഡിവൈഎസ്പിക്ക് പരാതി നൽകി. ഞായറാഴ്ച വൈകിട്ടാണ് സാഹിത്യ നിരൂപകനും വടകര മടപ്പള്ളി കോളേജ് അധ്യാപകനുമായ കെ.വി. സജയ്ക്കെതിരെ സംഘപരിവാർ വധഭീഷണി ഉണ്ടായത്. വടകര മണിയൂരിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിലെ പ്രസംഗത്തിൽ പ്രഥമ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പുസ്തക വായനക്കാരനായിരുന്നുവെന്നും നരേന്ദ്രമോദി എത്ര പുസ്തകം വായിച്ചുവെന്നറിയില്ലെന്നും പരാമർശിച്ചിരുന്നു. രാമായണം മുഴുവനായി മോദി വായിച്ചതായി അറിയില്ലെന്നും പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞിറങ്ങിയ സജയെ തടഞ്ഞുവെച്ച് ഇത്തരം പ്രസംഗങ്ങൾ നടത്തിയാൽ കത്തികയറ്റുമെന്നാണ് ഒരാൾ ഭീഷണിപ്പെടുത്തിയത്. ഇന്നത്തെ പ്രധാനമന്ത്രി കുറഞ്ഞ തോതിലോ പരിമിതമായ അർത്ഥത്തിൽ പോലുമോ ഒരു വായനക്കാരനാണ് എന്ന് തോന്നുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വായനയുടെ പ്രാധാന്യത്തിൽ ഊന്നിക്കൊണ്ട് വായന എങ്ങനെ ഒരാളുടെ രാഷ്ട്രീയ വിവേകത്തെ നിർണ്ണയിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയ പരാമർശങ്ങളുള്ള പ്രസംഗങ്ങൾ നടത്തിയാൽ കത്തി കയറ്റി കൊന്നുകളയുമെന്നാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞത്. സജയ്ക്കെതിരായ സംഘപരിവാർ ഭീഷണിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കെ.വി. സജയിന് നേരെയുള്ള ആക്രമണത്തിനെതിരെ സർഗാത്മക പ്രതിഷേധ പരിപാടികൾ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അഭ്യർത്ഥിച്ചു. സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ എഴുതുകയും പറയുകയും ചെയ്യുന്നവരെ ഉന്മൂലനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ യുവജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.